ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 3 ശ്ലോകം 10. രോഗം മാറ്റിത്തരാനും ഭക്തി വർദ്ധിപ്പിച്ചു തരാനും കരുണ ഉണ്ടാവണേ എന്നാണ് കവി ദശകത്തിൽ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അതായത് ആർത്തപ്രലാപം, അല്ലെങ്കിൽ നമ്മളുടെ ഭാഷയിൽ പറയുമ്പോൾ ആവലാതി പറയലെന്നൊക്കെ പറയാം. ഇതിൽ ആദ്യന്തം നമ്മൾ കേട്ടതും അതാണ്, ആവലാതി പറയലാണ്. അത് വിട്ടിട്ട് സ്തുതി നിർമ്മിച്ചുകൊണ്ട് തന്നെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ താൻ തീർച്ചപ്പെടുത്തി എന്നാണ് ഈ അവസാനത്തെ പദ്യത്തിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രതിജ്ഞ ചെയ്യുന്നത്. ഇങ്ങനെ രോഗവും ഭക്തിയും തമ്മിൽ നടന്ന മല്ലയുദ്ധത്തിൽ ഒടുക്കം ഭക്തി തന്നെ ജയിച്ചു എന്ന് പറയുന്നു. അതായത് ആർത്തനായ ഒരു ഭക്തൻ്റെ ഭക്തി ദാർഢ്യമാണ് ഈ 10ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഭഗവാന്റെ കരുണ ഉണ്ടാകുന്നത് വരെ, അതായത് രോഗം നിശേഷം മാറുന്നത് വരെ ശക്തിക്ക് അനുസരിച്ച് ക്ഷേത്രഭജനം തുടരാൻ തന്നെ തീർച്ചപ്പെടുത്തി എന്ന് പറഞ്ഞ് ആർത്തപ്രലാപ ദശകം ഇവിടെ ഉപസംഹരിക്കുകയാണ്. കിമുക്തേർഭൂയോഭിസ്തവ ഹി കരുണായാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രളഭിത പുരക്ലുപ്തേ പാദേ വരദ തവ നേക്ഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരജയൻ. കിമുക്തേഹി ഭൂയോഭിഹി ഭൂയഹാവി ഭൂയോഭിഹി തവ, അവിടെ ബിഹി പറയുമ്പോൾ പിന്നെ തവ മതി. അവിടെ ഒന്നിച്ച് ചെല്ലുമ്പോഴാണ് സ്തവ വരുന്നത്. കിമുക്തേർ ഭൂയോബി സ്തവ, അല്ലെങ്കിൽ കിമുക്തേർ ഭൂയോഭിഹി കഴിഞ്ഞാൽ പിന്നെ തവ. തവഹി കരുണ യാവത് ഉദിയാത് പിന്നാഹം താവത് ദേവ പ്രഹിത വിവിധ ആർത്തപ്രലഭിത പുരക്ലുപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദി നുതി നിഷേവാ വിരജയൻ. കിമുക്തേർഭൂയോഭിസ്തവ ഹി കരുണായാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രളഭിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരജയൻ. ഭൂയോഭിഹി ഉക്തേഹി കിം, വളരെ പറഞ്ഞിട്ട് എന്താണ്? വരദ നിദ്ര, അതായത് വരം തരാൻ കഴിവുള്ളവൻ അല്ലെങ്കിൽ വരം തരുന്നവൻ വരദ ദേവ. തവ കരുണ യാവത് ഉദിയാത്, ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന ഭഗവാനെ നിന്ദ്രുവടിയുടെ കരുണ ഉണ്ടാവുന്നത് വരെ, യാവത് ഉദിയാത് താവത് ഉണ്ടാവുന്നത് വരെ, അഹം ഞാൻ, പ്രഹിത വിവിധാർത്ഥ പ്രലഭിത പലവിധം അവലാതി പറയലെല്ലാം ഉപേക്ഷിച്ച്, പുരഹ ക്ലുപ്തേ തവ പാദേ മുമ്പിൽ വിളങ്ങുന്നവനായ നിന്ദ്രുവടിയുടെ തൃപ്പാദങ്ങളിൽ, അതായത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണല്ലോ ഭട്ടതിരിപ്പാട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അവിടെ മുമ്പിൽ വിളങ്ങുന്നവനായ നിന്ദ്രുവടിയുടെ തൃപ്പാദങ്ങളിൽ യഥാശക്തി കഴിവ് പോലെ നദിനുതി നിഷേവ വിരജയൻ നമസ്കാരം സ്തുതി ഭജനം എന്നിവ ചെയ്തുകൊണ്ട് ദിവസാൻ നേഷ്യാമി ദിവസങ്ങളെ കഴിച്ചു കൂട്ടും. വ്യക്തം തീർച്ചയാണ്, അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. വളരെ പറഞ്ഞിട്ട് എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ്? ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന ഭഗവാനെ നിന്ദ്രുവടിയുടെ കരുണ ഉണ്ടാവുന്നത് വരെ ഞാൻ പലവിധം ആവലാതി പറയലെല്ലാം ഉപേക്ഷിച്ച് മുമ്പിൽ വിളങ്ങുന്നവനായ നിന്ദ്രുവടിയുടെ തൃപ്പാദങ്ങളിൽ കഴിവുപോലെ നമസ്കാരം സ്തുതി ഭജനം എന്നിവ ചെയ്തുകൊണ്ട് ദിവസങ്ങളെ കഴിച്ചു കൂട്ടും തീർച്ചയാണ്. ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ പരീക്ഷിത്ത് മൃത്യുവായി മുക്തി നേടാൻ വേണ്ടി ഭാഗവത ശ്രവണത്തിന് ഒരുങ്ങിയതായിട്ട് വർണ്ണിച്ചതുപോലെ ഇവിടെ ഭട്ടതിരിപ്പാട് രോഗാദി ക്ലേശങ്ങളിൽ നിന്നും മോചനം നേടാൻ ഭാഗവത കഥാകീർത്തനത്തിന് ഒരുങ്ങിയതായിട്ട് പ്രസ്താവിച്ചിരിക്കുകയാണ്. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്ന് ഭഗവത്ഗീതയിൽ 4 വിധം ഭക്തന്മാരെ പറ്റിയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിട്ടുള്ളതിൽ ആർത്തനായ ഭക്തനെയാണ് ഭാഗവതത്തിലും നാരായണീയത്തിലും ആദ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കണം. ഈ 3 ദശകം കൊണ്ട് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മറ്റ് സ്കന്ധങ്ങളുടെ സംഗ്രഹം പോലെ അല്ല ഇത്. കഥകളും മറ്റും സംഗ്രഹിക്കുകയാണ് മറ്റ് സ്കന്ധങ്ങളെ സംഗ്രഹിക്കുമ്പോൾ ഭട്ടതിരിപ്പാട് ചെയ്തിട്ടുള്ളത്. ഇവിടെയോ കഥാംശങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് അഥവാ ചില മുഖ്യ കഥാഭാഗങ്ങളെ സൂചിപ്പിക്കുക മാത്രം ചെയ്ത് സ്കന്ധ താല്പര്യം, ആർത്തനായ ഭക്തൻ്റെ ഭക്തി ദാർഢ്യം മാത്രം എടുത്തു കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രഥമസ്കന്ധം ഭാഗവതത്തിൻ്റെ ഒരു പീഠികയാണ്. ഈ ദശകത്രയം നാരായണീയത്തിൻ്റെ ഒരു പീഠികയുമാണ്. നമുക്ക് ശ്ലോകം നോക്കാം. കിമുക്തേർഭൂയോഭിസ്തവ ഹി കരുണായാവതുദിയാത്
അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രളഭിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരജയൻ കിമുക്തേർഭൂയോഭിസ്തവ ഹി കരുണായാവതുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രളഭിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരജയൻ കിമുക്തേർഭൂയോഭിസ്തവ ഹി കരുണായാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രളഭിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരജയൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.